ഹായ്, വെൽക്കം ടു സ്കൂൾ മീഡിയ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സ്കൂൾ മീഡിയ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു സാമ്രാജ്യം നമ്മൾ പഠിച്ചു അല്ലേ? ഒരു അധികാര കേന്ദ്രം പഠിച്ചു. റോമ സാമ്രാജ്യത്തെ രണ്ടായിട്ട് മുറിക്കുകയും കിഴക്കൻ റോമൻ സാമ്രാജ്യം, അതായത് ഈസ്റ്റേൺ റോമൻ എംപയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പൗരസ്ത്യ റോമ സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ചു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ പഠിച്ചു, ഏതാണ്? പൗരസ്ത്യ റോമ സാമ്രാജ്യം, ഈസ്റ്റേൺ റോമൻ എംപയർ. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ അധികാര കേന്ദ്രം, അതായത് മിഡീവൽ വേൾഡിൽ ഉണ്ടായിട്ടുള്ള, മധ്യകാല ലോകത്തുണ്ടായ മിഡീവൽ വേൾഡിലെ രണ്ടാമത്തെ അധികാര കേന്ദ്രമാണ് ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമ സാമ്രാജ്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, റോമ സാമ്രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചു അല്ലേ? റോമ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒന്ന് പൗരസ്ത്യ റോമ സാമ്രാജ്യം, അതേപോലെ തന്നെ പാശ്ചാത്യ റോമ സാമ്രാജ്യം. ദ പ്രീവിയസ് ക്ലാസ് വി വർ ഡിസ്കസ്ഡ് അബൌട്ട് ദ റോമ സാമ്രാജ്യം വാസ് ഡിവൈഡഡ് ഇൻടു ടു. ദ ഫസ്റ്റ് വൺ ഈസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് അനദർ വൺ വെസ്റ്റേൺ റോമൻ എംപയർ. അപ്പോൾ ഈ ഈസ്റ്റേൺ റോമൻ എംപയർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂർത്തിയാക്കിയതാണ്, പഠിച്ചതാണ്. അതായത് പൗരസ്ത്യ റോമ സാമ്രാജ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് ഹോളി റോമൻ എംപയർ, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്കതിന് വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന് വിളിക്കാം. ശ്രദ്ധിച്ചോളൂ, എന്താണ് ഇതിൻ്റെ സ്റ്റോറി നോക്കാം. ഇതൊരു കഥയാണ്. അപ്പോൾ ദ ക്യാപിറ്റൽ ഓഫ് ദി Western Roman Empire was Rome. That we were already discussed in the previous class. Rome was the capital, Rome was the center of Western Roman Empire. It was attacked by some German tribes. അപ്പോൾ ഈ വെസ്റ്റേൺ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം റോമായിരുന്നു. ഇത് ജർമ്മൻകാരായിട്ടുള്ള ട്രൈബുകൾ ആക്രമിച്ചു. ജർമ്മൻ ഗോത്രവർഗങ്ങൾ ഇവരെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ആരെ? ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തെ. സം ഓഫ് ദി ജർമ്മൻ ട്രൈബ്സ്, they were attacked the Western Roman Empire. Then it came to an end. അങ്ങനെ ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യം അവസാനിച്ചു. ആരവരെ ആക്രമിച്ചത്? ഈ ജർമ്മൻ ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഇവരെ ആക്രമിച്ചത്. ജർമ്മൻ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ ഇവരെ ആക്രമിക്കുകയും അങ്ങനെ ധാരാളം പലതരത്തിലുള്ള ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗോത്രങ്ങളൊക്കെ അവരൊക്കെ ചേർന്നിട്ട് ആക്രമിച്ചു? നമ്മുടെ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തെ, റോമ ആസ്ഥാനമായിട്ടുള്ള പാശ്ചാത്യ റോമ സാമ്രാജ്യത്തെ ആക്രമിച്ചു. The German tribes, they were invaded the Western Roman Empire. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തെ അവരെ ആക്രമിച്ചു. ഒരുപാട് ഗോത്രവർഗങ്ങൾ ഉണ്ടായിരുന്നു. The major tribes, they were captured the Western Roman Empire was Franks. അതിൽ ഏറ്റവും കൂടുതൽ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചടക്കി വെച്ച ഗോത്രവർഗം ഒക്കെ ജർമ്മൻ ഗോത്രവർഗങ്ങളാണ്. ഗോത്രവർഗം ഏതായിരുന്നു അറിയോ? അത് ഫ്രാങ്കുകളായിരുന്നു. അപ്പോൾ അവരുടെ ഫ്രാങ്കുകൾ എന്നാണ് ആ ഗോത്രത്തിൻ്റെ പേര്. ഒരുപാട് ഗോത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ഭൂപ്രദേശം അത് അവസാനിച്ചു. ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യം ഇല്ലാതായി. കാരണം അതിനെ നശിപ്പിച്ചിട്ട് came to an end because of the invasion of German tribes. അപ്പോൾ ജർമ്മൻ ട്രൈബുകൾ, ജർമ്മൻ ഗോത്രവർഗങ്ങൾ അതിനെ ഇൻവൈഡ് ചെയ്യുകയും അവരതിനെ നശിപ്പിക്കുകയും ചെയ്തു. ഏതിനെ? നമ്മുടെ ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തെ അവർ നശിപ്പിച്ചു. റോമായിരുന്നു അതിൻ്റെ ആസ്ഥാനം. Instead of this Western Roman Empire, a new empire was established by Franks. It was a nomadic tribes.
അങ്ങനെ ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യം തകർന്നിട്ട് പകരം അവിടെ ഒരു പുതിയ ഒരു സാമ്രാജ്യം രൂപീകരിക്കപ്പെടുകയുണ്ട്. റോമ സാമ്രാജ്യമല്ല, പുതിയൊരു സാമ്രാജ്യം അവിടെ രൂപീകരിക്കുകയുണ്ടായി. ആ സാമ്രാജ്യത്തിന്റെ പേരാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം, അതായത് ഫ്രാങ്കിഷ് എംപയർ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫ്രാങ്ക്സ്. ദേ വർ എ നൊമാഡിക് ട്രൈബ്സ്. ഇവരൊരു ഈ നാടോടികളായിട്ടുള്ള ഗോത്രവർഗമായിരുന്നു ഈ ഫ്രാങ്കിഷ് ട്രൈബുകൾ. അപ്പോൾ ഫ്രാങ്കിഷുകാരാണ്, അതൊരു ട്രൈബാണ്, ഒരു ഗോത്രവർഗമാണ് ഈ ഫ്രാങ്കിഷ് എന്ന് പറഞ്ഞാൽ. അവരാണ് ആരെ ആക്രമിച്ചത്? നമ്മുടെ ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തെ ആക്രമിക്കുകയും അവരവിടെ ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യം തകർന്ന് അതിൻ്റെ പകരമായിട്ട് ദെവർ എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ എംപയർ. The name of the new empire was Frankish Empire. അവരവിടെ ഉണ്ടാക്കിയ ആ ഒരു സാമ്രാജ്യത്തിൻ്റെ പേരാണ് ഫ്രാങ്കിഷ് എംപയർ എന്നാണ് അതിൻ്റെ പേര്. The famous ruler of the Frankish Empire was Charlemagne. ഈ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു, ഏറ്റവും പ്രഗത്ഭനായ, ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ഷാലമീൻ. ഹി വാസ് എ കരോലിഞ്ചിയൻ. ഇദ്ദേഹം ഒരു കരോലിഞ്ചിയൻ വംശജനായിരുന്നു. ഒന്നും പഠിക്കാനില്ല. കരോലിഞ്ചിയൻ വംശജനായ ഷാലമീനാണ് അവിടുത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി. ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ദ കരോലിഞ്ചിയൻ മെൻ. ദ നെയിം ഓഫ് ദി പേഴ്സൺ ഈസ് ഷാലമീൻ. അപ്പോൾ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് ഷാലമീൻ. അങ്ങനെ ഇപ്പോൾ ആ സാമ്രാജ്യത്തിൻ്റെ പേരെന്താ? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫ്രാങ്കിഷ് നൊമാഡിക് ട്രൈബ്സ്. ഈ ഫ്രാങ്കിഷ് എന്ന് പറഞ്ഞ ഒരു ഗോത്രമാണ് കേട്ടോ, ഒരു നാടോടികളായ ഗോത്രവർഗമാണ്. അവരുണ്ടാക്കിയ എംപയറിൻ്റെ പേരെന്താ? ഫ്രാങ്കിഷ് എംപയർ. അതായത് ഇപ്പോൾ ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യം ഇല്ല, അതില്ല, സംഭവം ഇല്ല, അത് അവസാനിച്ചു. കാരണം ഇവർ കുറേ ജർമ്മൻ ഗോത്രങ്ങൾ ചേർന്നിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞു. അതിൻ്റെ പകരം അവരവിടെ വേറൊരു ഇതുണ്ടാക്കി. എന്താണ് അതിൻ്റെ പേരാണ്? ഫ്രാങ്കിഷ് എംപയർ. ഈ ഫ്രാങ്കിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രമാണ് കേട്ടോ, ഈ ജർമ്മൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ഗോത്രമാണ് ഫ്രാങ്കിഷുകൾ. അവരുണ്ടാക്കിയ എംപയറിൻ്റെ പേരാണ് ഫ്രാങ്കിഷ് എംപയർ. ദ മെജോറിറ്റി ഓഫ് ദി വെസ്റ്റേൺ റോമൻ places were captured by the Frankish and they established an empire in the place of Western Roman Empire. The name was Frankish Empire. അതിൻ്റെ പേര് ഫ്രാങ്കിഷ് എംപയർ എന്നാണ്. അപ്പോൾ അങ്ങനെ അവർ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു. ഫ്രാങ്കിഷ് എംപയറിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ദ കരോലിഞ്ചിയൻ പേഴ്സൺ. ഹി വാസ് നോൺ ആസ് ഷാലമീൻ. അപ്പോൾ അവിടുത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ഷാലമീൻ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പേര് ഫ്രാങ്കിഷ് എംപയർ എന്നാണ്. ഈ ഫ്രാങ്കിഷ് എംപയർ തന്നെയാണ് ഹോളി റോമൻ എംപയർ. അതെങ്ങനെയാവണം നോക്കാം, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവരെ പോലെ തന്നെ മറ്റൊരു ഗോത്രവർഗമാണ് ഏതറിയോ? ഈ ലൊംബാർഡ്സുകൾ എന്ന് പറയും. ഈ ലൊംബാർഡുകൾ ദേ ആർ ദി അനദർ നൊമാഡിക് ട്രൈബ്സ്. മറ്റൊരു ഗോത്രവർഗമാണ് ലൊംബാർഡുകൾ. ഈ ലൊംബാർഡുകൾ എന്ത് ചെയ്തു അറിയാം? പോപ്പ് ലിയോ III, he was attacked by the Lombards. It was another tribal group. Okay, അപ്പോൾ അങ്ങനെ ലിയോ III ആരാക്രമിച്ചു അറിയോ? ലൊംബാർഡുകൾ എന്ന് പറയുന്ന മറ്റൊരു ട്രൈബൽ ഗ്രൂപ്പ് ആക്രമിച്ചു. അതായത് ഈ ഫ്രാങ്കിഷ് ഓൾറെഡി എന്താണ്, അവരും ട്രൈബൽ തന്നെയാണ്, ഈ ഗോത്രവർഗ്ഗക്കാരനാണ്, രണ്ടും ജർമ്മൻ ഗോത്രങ്ങളാണ്. അപ്പോൾ ഈ ലൊംബാർഡുകൾ അവരും ജർമ്മൻ ഗോത്രമാണ്. അത് ആരാക്രമിച്ചു? അന്നത്തെ പോപ്പായിരുന്ന ലിയോ III അറ്റാക്ക് ചെയ്തു. When the time the Frankish emperor Charlemagne who saved the life of Leo III. ഈ സമയത്താണ് നമ്മുടെ ഈ ഫ്രാങ്കിഷ് ചക്രവർത്തിയായിരുന്ന നമ്മുടെ ഷാലമീൻ ആരെ രക്ഷപ്പെടുത്തി? ഈ പോപ്പിനെ രക്ഷപ്പെടുത്തി. കാരണം ലൊംബാർഡുകൾ എന്ന് പറയുന്ന ഗോത്രവർഗമാണ്, അക്രമകാരികൾ തന്നെയാണ്. അവരാരെ ആക്രമിക്കുകയാണ്? അന്നത്തെ കത്തോലിക് ചീഫിനെ ആക്രമിക്കുന്ന സമയത്ത് ഈ ലൊംബാർഡുകൾക്കെതിരെ യുദ്ധം നടത്തി അവരിൽ നിന്നും പോപ്പിനെ രക്ഷിച്ച ആളായിരുന്നു ഷാലമീൻ. When the time the Pope was very happy, then instead of this the Pope granted the crown as the Holy Roman Emperor.
അപ്പോൾ പോപ്പിന് ഭയങ്കര സന്തോഷമായി. ഹി ബിക്കെയിം വെരി ഹാപ്പി ആൻഡ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ഹി പ്രൊവൈഡ് എ ക്രൗൺ ടു ഷാലമീൻ. ആഫ്റ്റർ ദിസ് ഇവന്റ് the Frankish Empire known as Holy Roman Empire. അങ്ങനെ ഈ കത്തോലിക്കനായിട്ടുള്ള പോപ്പിനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഈ ഫ്രാങ്കിഷ് എംപയറിൻ്റെ പേര് മാറി എന്തായി? ഹോളി റോമൻ എംപയർ എന്നായി. വിശുദ്ധ റോമ സാമ്രാജ്യം എന്നറിയപ്പെട്ടു. ഒന്നുകൂടി ശ്രദ്ധിക്കാം. അപ്പോൾ ഫ്രാങ്കിഷ് എംപയർ ആയിരുന്നു, ഫ്രാങ്കിഷ് സാമ്രാജ്യമാണ്. അത് ശരിക്കുള്ളത് അത് ഉണ്ടാക്കിയത് ഫ്രാങ്കുകളാണ്. അവിടുത്തെ ശക്തനായ ഭരണാധികാരിയായിരുന്നു നമ്മുടെ ഷാലമീൻ ഒരു ദിവസം അന്നത്തെ കത്തോലിക്കരുടെ ഏറ്റവും സമുന്നതനായ നേതാവായ പോപ്പ് ലിയോ തേർഡിനെ സംരക്ഷിച്ചു. അത് ലൊംബാർഡുകളെ തുരത്തിയിട്ടാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. അതിൻ്റെ ഫലമായി പോപ്പ് പറഞ്ഞു, ഇനി വിശുദ്ധ റോമ സാമ്രാജ്യത്തിൻ്റെ അധിപനായി ഞാൻ ഷാലമീനെ വാഴിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കിരീടമൊക്കെ കൊടുത്തു. അങ്ങനെയാണ് ഈ സാമ്രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിശുദ്ധ റോമ സാമ്രാജ്യം. കാരണം അന്നത്തെ ഒരു മതത്തിൻ്റെ ടച്ച് ഉണ്ടാവും. നമ്മൾ വിശുദ്ധം എന്ന് പറയല്ലോ, വിശുദ്ധമാക്കപ്പെടുക, വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, വിശുദ്ധ പ്രദേശങ്ങൾ എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ മതത്തിൻ്റെ ഒരു ഇത് വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കത്തോലിക്ക വിഭാഗത്തിൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള പോപ്പ് ലിയോ തേർഡിനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം പിന്നീട് വിശുദ്ധ റോമ സാമ്രാജ്യം എന്നറിയപ്പെട്ടു. അപ്പോൾ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ഷാലമീൻ. അപ്പോൾ ഇനി നമുക്ക് ഷാലമീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഹി വാസ് ആൻ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം വളരെ കാര്യക്ഷമതയുള്ള, വളരെ ശക്തനായ, ഹി വാസ് എ പവർഫുൾ അഡ്മിനിസ്ട്രേറ്റർ. വളരെ ശക്തനായ ഭരണാധികാരിയായിരുന്നു, നല്ല കാര്യക്ഷമതയുള്ള ഭരണാധികാരിയായിരുന്നു. ഹി വാസ് ട്രൈഡ് ടു എക്സ്പാൻഡ് ഹിസ് റീജിയൻ ബൈ മാട്രിമോണിയൽ റിലേഷൻഷിപ്പ് ആൻഡ് പൊളിറ്റിക്കൽ അഫയേഴ്സ്. ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാരോ? വിവാഹ ബന്ധങ്ങളിലൂടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ സഖ്യങ്ങളിൽ ഉണ്ടാക്കുന്നതിലൂടെയും ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ വികസിപ്പിച്ചു. ഹി വാസ് ട്രൈഡ് ടു എക്സ്പാൻഡ് ഹിസ് റീജിയൻ by the matrimonial relations and the political affairs. വിവാഹ ബന്ധങ്ങളിലൂടെ, അതായത് മറ്റുള്ള പ്രദേശങ്ങളിലെ ഭൂപ്രഭുക്കന്മാരുടെ മക്കളെ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് വിവാഹം ചെയ്തയക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ ഇദ്ദേഹം ആ പ്രദേശം കൂടി തൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതോടുകൂടി അതിലൂടെ അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച ശക്തനായ ഭരണാധികാരിയായിരുന്നു ഈ ഷാലമീൻ. അതുപോലെ തന്നെ ഷാലമീൻ നിരവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് നൽകി. അതുപോലെ ഹി കോൺട്രിബ്യൂട്ടഡ് ഹിസ് ഗ്രേറ്റ്നെസ് ടു എഡ്യൂക്കേഷണൽ സെക്ടേഴ്സ്. വിദ്യാഭ്യാസ മേഖലയിൽ ഇദ്ദേഹം തൻ്റെ ധാരാളം സംഭാവനകൾ നൽകി. ഹി കോൺട്രിബ്യൂട്ടഡ് സംതിങ് ടു ദി എഡ്യൂക്കേഷണൽ സെക്ടർ ആൾസോ. ആഫ്റ്റർ ദിസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് അദ്ദേഹം നൽകിയ പുരോഗതിയുടെ ഭാഗമായിട്ട് ഒരു ഇൻ്റലക്ച്വൽ അവെയ്ക്കനിങ് ഉണ്ടായി. അവിടെ വലിയൊരു നവോത്ഥാനം ഉണ്ടായി. അപ്പോൾ എല്ലാവരും വിദ്യാസമ്പന്നരായ എന്താ ഉണ്ടാവുക? അവിടെ നവോത്ഥാനം ഉണ്ടാവും അല്ലേ, റിനൈസൻസ് ഉണ്ടാവും. ദ ഇൻ്റലക്ച്വൽ അവെയ്ക്കനിങ് ആഫ്റ്റർ ദി സക്സസ്ഫുൾ കോൺട്രിബ്യൂഷൻ ഓഫ് ഷാലമീൻ, an intellectual awakening is called as Carolingian Renaissance. അങ്ങനെ ഇയാൾ ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് സംഭാവന നൽകി. ആര്? ഷാലമീന്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നവോത്ഥാനം ഉണ്ടായി. അതിൻ്റെ പേരാണ് കരോലിഞ്ചിയൻ റിനൈസൻസ് എന്നാണ് വിളിക്കുക. കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് വിളിക്കും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അതിനൊക്കെ അവിടെ ഉണ്ടായ മാറ്റത്തെയാണ് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് വിളിക്കുക. കരോലിഞ്ചിയൻ റിനൈസൻസ് എന്നാണ് വിളിക്കുക. He centralized administration. He was established a centralized administration. ഒരു കേന്ദ്രീകൃത ഭരണം ആരംഭിച്ചു നമ്മുടെ ഷാലമീൻ. He was established a centralized administration. ഇദ്ദേഹം കേന്ദ്രീകൃത ഭരണം ആരംഭിക്കുകയുണ്ടായി. കേന്ദ്രീകൃത ഭരണം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ അധികാരവും ചക്രവർത്തിയിൽ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു ഭരണം ആരംഭിക്കുകയുണ്ടായി. Apart of this, in addition, he was established local administration. ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം എല്ലാം ഒരാൾക്ക്,
അത് ശാലമീൻ. അതിനെ കൂടാതെ ചെറിയ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചെറിയ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് ചെയ്തു. ഹി വാസ് എസ്റ്റാബ്ലിഷ്ഡ് സം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അത് ചെറിയ ചെറിയ പ്രാദേശിക ഭരണകൂടങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. അതായത് ചെറിയ ചെറിയ പ്രാദേശിക ഭരണകൂടങ്ങൾ, ഡിസെൻട്രലൈസ്ഡ് എന്ന് പറയും. അപ്പോൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരവും ഒരാൾക്ക്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം ഇങ്ങനെ ഒരു താഴെ തട്ടിലെ അധികാരം വ്യത്യസ്ത വ്യക്തിത്വങ്ങൾക്ക്, അതായത് അവിടെ ഒരു പ്രഭുവോ ഒരു രാജാവൊക്കെ വെച്ചിട്ട് അങ്ങനെ അധികാരം കൈമാറുന്ന രീതി, അതിനാണ് നമ്മൾ എന്തെടുക്കുക? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്ന പേരാണ് കൗണ്ടുകൾ. കൗണ്ടുകൾ എന്ന് പറയുന്ന സം ഓഫ് ദി എക്സിക്യൂട്ടീവ്സ് ദേ വർ അപ്പോയിന്റഡ് ടു അവരെ നമ്മൾ ഇവരെ വിളിക്കുന്ന പേര് കൗണ്ടുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ were handled by counts. അപ്പോൾ അവിടുത്തെ പ്രാദേശിക ഭരണം നിയന്ത്രിച്ചത് ആരായിരുന്നു? കൗണ്ടുകളായിരുന്നു. The local administration in the Holy Roman Empire was handled by കൗണ്ടുകൾ. കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ടീമാണ്, ഒരു വിഭാഗമാണ്. അവർ വിളിക്കുന്ന പേരാണ് കൗണ്ടുകൾ. ഈ കൗണ്ടുകളെയാണ് കൗണ്ട്സ് were appointed for local administration. He maintained a secret force to observe the activities of counts. കൗണ്ടുകളെ നിരീക്ഷിക്കാൻ. കൗണ്ടുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. പ്രാദേശികമായി ഭരണം നടത്തുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൗണ്ടുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇവരിപ്പോൾ ഏറ്റവും ടോപ്പിൽ ആരാ? ഏറ്റവും ടോപ്പിലെ ഭരണാധികാരി ആരാ? നമ്മുടെ ശാലമീൻ തന്നെ. താഴെ തട്ടിലുള്ള ചെറിയ ചെറിയ ഭരണാധികാരികളുണ്ട്, അവരെ വിളിക്കുന്ന പേരെന്താ? കൗണ്ടുകൾ. To observe the activities of count, a secret force was established by Charlemagne that is called Missi Dominici. എന്താണ് മിസ്സി ഡൊമിനിസി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് രൂപം നൽകിയിരുന്നത്. ഈ മിസ്സി ഡൊമിനിസികളുടെ പ്രത്യേകത എന്താ അറിയോ? ഇവരിങ്ങനെ ഒബ്സർവ് ചെയ്യും, നിരീക്ഷിക്കും. ആരെ നിരീക്ഷിക്കുക? ഈ കൗണ്ടുകൾ നല്ല പോലെ അല്ലേ പ്രവർത്തിക്കുന്നത്, വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ. ടു ഒബ്സർവ് ദി ആക്ടിവിറ്റീസ് ഓഫ് കൗണ്ട്സ് എ സീക്രട്ട് ഫോഴ്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ശാലമീൻ നെയിംഡ് മിസ്സി ഡൊമിനിസി. എന്താ പേര്? മിസ്സി ഡൊമിനിസി എന്ന് പറയുന്ന ഒരു രഹസ്യ സംഘം ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ശാലമീൻ ഉണ്ടായിരുന്നു. ഇവരുടെ പണി എന്താ അറിയും? ഈ രഹസ്യ സംഘത്തിന്റെ പണി എന്താ അറിയോ? ടു ഒബ്സർവ് ദി ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഓഫ് കൗണ്ട്സ്. കൗൺസുകൾ നല്ല രീതിയിൽ ഭരണം നടത്തുന്നില്ലേ, കള്ളത്തരം നടത്തുന്നുണ്ടോ, ഇവര് വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ അവരെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക വിഭാഗത്തിന്റെ പേരാണ് മിസ്സി ഡൊമിനിസി. ഓക്കെ, അതാണ്. ഇനി ആഫ്റ്റർ ദി death of Charlemagne, the Holy Roman Empire was demolished, was declined. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ വിശുദ്ധ റോമാ സാമ്രാജ്യം തകർന്നു. അത്രയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. വിശുദ്ധ റോമാ സാമ്രാജ്യം തകർന്നു. ആരുടെ മരണത്തിന് ശേഷം? ശാലമീൻ്റെ മരണത്തിന് ശേഷം വിശുദ്ധ റോമാ സാമ്രാജ്യം പലതായി വിഭജിക്കപ്പെട്ടതിന് ശേഷം അത് തകരുകയും ചെയ്തു. ഇറ്റ് വാസ് ഡിക്ലൈൻഡ്, ഇറ്റ് വാസ് ഡിമോളിഷ്ഡ് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ശാലമീൻ. ഓക്കെ, ഇതാണ് നമ്മൾ രണ്ടാമത്തെ അധികാര കേന്ദ്രത്തെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ ദ സെക്കൻഡ് സെൻറ്റർ ഓഫ് പവർ ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ മിഡീവൽ വേൾഡ് വാസ് ഹോളി റോമൻ എംപയർ. അപ്പോൾ രണ്ടാമത്തെ അധികാര കേന്ദ്രം, മധ്യകാല ലോകത്തിലെ രണ്ടാമത്തെ അധികാര കേന്ദ്രമായിരുന്നു ഏത്? വിശുദ്ധ റോമാ സാമ്രാജ്യം. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ റോമാ സാമ്രാജ്യം തകരുകയും, അത് തകർത്തത് എങ്ങനെയാണ്? തകർത്തത് ആരാ? ജർമ്മൻ ട്രൈബുകൾ, ജർമ്മനിയിലുള്ള ഗോത്രവർഗത്തിന്റെ ആക്രമണത്തിലായിരുന്നു ഈ പാശ്ചാത്യ റോമാ സാമ്രാജ്യം തകർന്നത്. എന്ന് മാത്രമല്ല, പാശ്ചാത്യ റോമാ സാമ്രാജ്യം തകർന്നു. ഇൻസ്റ്റെഡ് ഓഫ് ദി വെസ്റ്റേൺ റോമൻ എംപയർ അനദർ എംപയർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ നൊമാഡിക് ട്രൈബ്സ് ഫ്രാങ്ക്സ്. അങ്ങനെ ഇതിൽ ഏറ്റവും കൂടുതലുണ്ടായ ഏറ്റവും ശക്തരായിട്ടുള്ള ഈ ഗോത്രവർഗമായിരുന്നു ഏത്?
നൊമാഡിക് ആയിട്ടുള്ള നൊമാഡിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടോടികളായിട്ടുള്ള ഏറ്റവും ശക്തരായിട്ടുള്ള ഫ്രാങ്കുകൾ ആരംഭിച്ച ഒരു സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് എംപയർ. അപ്പോൾ ആദ്യം ഇതിന്റെ പേര് ഫ്രാങ്കിഷ് എംപയർ എന്നാണ്. ഫ്രാങ്കിഷ് എംപയറിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരായിരുന്നു? ഷാലമീൻ ആയിരുന്നു. ഈ ഷാലമീൻ ശക്തനായ ഭരണാധികാരിയായിരുന്നു. അങ്ങനെ ഇടയ്ക്കാണ് ഈ കത്തോലിക്ക സഭയുടെ ഏറ്റവും ചീഫ് ഓഫ് ദി കത്തോലിക് ചർച്ച് പോപ്പ് ലിയോ III was attacked by another tribal groups, Lombards. മറ്റൊരു ട്രൈബൽ ഗ്രൂപ്പുകളായ ലൊംബാർഡുകൾ അന്നത്തെ കത്തോലിക്കരുടെ ഏറ്റവും ചീഫായിട്ടുള്ള പോപ്പിനെ ആക്രമിച്ചു. And the time the Pope was saved by the Charlemagne. After this, as a gratitude, the Pope he provided a crown to the Charlemagne, then declared as the emperor of Holy Roman Empire. വിശുദ്ധ റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് ആരെ പ്രഖ്യാപിച്ചു? നമ്മുടെ ഷാലമീനെ പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ഈ ഷാലമീൻ്റെ ഫ്രാങ്കിഷ് എംപയർ ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഷാലമീന് നല്ല ഏറ്റവും പവർഫുള്ളായ എഫിഷ്യൻ്റായ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അദ്ദേഹം. ഹി വാസ് ട്രൈ ടു എക്സ്പാൻഡ് ഹിസ് അഡ്മിനിസ്ട്രേഷൻ ബൈ മാട്രിമോണിയൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ അഫെയർസ്. ഈ വൈവാഹിക ബന്ധങ്ങളിലൂടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയും ഇദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തെ വളർത്താൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ തന്നെ എഡ്യൂക്കേഷന് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷനിലൂടെ ഉണ്ടാക്കിയ റിനൈസൻസിൻ്റെ പേരാണ് കരോലിഞ്ചിയൻ റിനൈസൻസ്. എല്ലാവരും എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ വലിയൊരു നവോത്ഥാന മാറ്റമുണ്ടായി. ആ മാറ്റത്തിൻ്റെ പേരാണ് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നാണ് വിളിക്കുക. ഇദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം നടത്തിയിരുന്നു. അതായത് അധികാരമൊക്കെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണം നടത്തിയിരുന്ന ആളാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് കൗണ്ടുകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സീക്രട്ട് ഫോഴ്സ്, ഒരു രഹസ്യ സംഘം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ രഹസ്യ സംഘത്തിൻ്റെ പേരാണ് മിസ്സി ഡൊമിനിസികൾ എന്ന് പറയും. അവസാനം ഈ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷം ആഫ്റ്റർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷാലമീൻ the Holy Roman Empire was deviated and then after destroyed. തകർന്നു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സെൻറ്റർ ഓഫ് പവർ. ഓക്കെ, താങ്ക് യു.